നീ വേണേ കൗൺസിലിങ്ങിന് പോയിക്കോ, നിനക്കല്ലേ ഭ്രാന്ത്. പല വീടുകളും നമ്മളിന്ന് കേട്ടോണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണിത്. പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയണത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഭ്രാന്തുള്ളവർക്ക് പോകാനുള്ളൊരു സംഭവമാണോ കൗൺസിലിങ്? ആരാ നിങ്ങളിത് പറഞ്ഞത്? എന്നാലേ നിങ്ങൾക്ക് തെറ്റി. ശരീരത്തിന് അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിക്കാറുണ്ട്. പനിയോ ജലദോഷം എന്ത് വന്നാലും മരുന്നും കഴിക്കാറുണ്ട്. അതൊരു നാണക്കേടുമില്ല. പക്ഷേ മനസ്സിന് എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടാവുന്ന സമയത്തോ പ്രയാസം ഉണ്ടാവുന്ന സമയത്തോ അതൊരാളോടൊന്ന് സംസാരിച്ച് പരിഹാരം കണ്ടെത്തുന്ന എങ്ങനെയാണ് ഭ്രാന്താവുന്നത്? ശരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഭ്രാന്തിനുള്ള ചികിത്സയല്ല, മറിച്ച് ഭ്രാന്ത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. എന്തിനാണ് കൗൺസിലിംഗ് എടുക്കുന്നത് വെച്ചാൽ, ഒന്നാമതായിട്ട് മനസ്സിലെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട് എന്നതൊരു ആശ്വാസമാണ്. രണ്ടാമതായിട്ട് പല കാര്യങ്ങളും ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന സമയത്ത്, ജീവിതത്തിലെ സങ്കീർണമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു വിദഗ്ധന്റെ സഹായം തേടുന്ന എപ്പോഴും ബുദ്ധിയാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. തൻ്റെ പങ്കാളിയോട് എങ്ങനെ പെരുമാറണമെന്നും ഏതൊക്കെ വികാരങ്ങൾ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണമെന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പഠിച്ചെടുക്കുന്നത് ഒട്ടും മോശമല്ല, മറിച്ചൊരു സ്കില്ലാണ്. നാലാമത്തെ ഒരു കാര്യമാണ് സമാധാനപൂർണ്ണമായ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന്. മനസ്സിനുള്ളിൽ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഒതുക്കി വെച്ച് ഒരു ദിവസം പൊട്ടിത്തെറിച്ച് വലിയൊരു പ്രശ്നമാകുന്നതിനേക്കാൾ നല്ലതാണ് അത് നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കി പരിഹരിക്കുന്നത്. നമ്മൾ ജിമ്മിൽ പോകുന്ന ശരീരം നന്നാക്കാനാണെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്ന നമ്മുടെ മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലും പറയില്ല ഇവൻ ഒരു മോശക്കാരനാണ്, നിനക്ക് ഭ്രാന്താണെന്ന്, മറിച്ച് പറയാം അവൻ ആരോഗ്യവാനാണെന്നാണ്. അതേപോലെ തന്നെയാണ് തൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി കൗൺസിലിങ്ങിന് പോകുന്നു. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും കൗൺസിലിങ്ങിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, കളിയാക്കുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പക്വതയോട് കൂടി പറയാൻ പറ്റണം, യെസ്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും എൻ്റെ മാനസിക ആരോഗ്യത്തിനും വേണ്ടി ഞാൻ തീർച്ചയായും കൗൺസിലിംഗ് പോകുന്നു. മാനസിക ആരോഗ്യം എന്നത് ഒരു നാണക്കേടല്ല, മറിച്ച് അത് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്.